പ്രിയപ്പെട്ട പ്രേക്ഷകരെ, മലയാളത്തിന്റെ ബിഗ് എം നമ്മുടെ സ്വന്തം ലാലേട്ടൻ അദ്ദേഹം വീണ്ടും ഒരു ദൃശ്യവിസ്മയം തീർക്കുകയാണ് വെള്ളിത്തിരയിൽ. അതേസമയം മലയാളത്തിന്റെ മറ്റൊരു എം വലിയൊരു കയ്യടി നേടുന്നുണ്ട് തിയേറ്ററിൽ. മറ്റാരുമല്ല, മലയാളികളുടെ പ്രിയപ്പെട്ട മുരളി ഗോപി. ദൃശ്യം 3യുടെ വിശേഷങ്ങളുമായിട്ട് ഇന്ന് ന്യൂസ് മലയാളത്തോടൊപ്പം ചേർന്നത് ശ്രീ മുരളി ഗോപിയാണ്. നമുക്ക് അദ്ദേഹത്തെ സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യാം. ഗുഡ് മോർണിംഗ് ശ്രീ മുരളി ഗോപി, സ്വാഗതം ഹലോ മലയാളത്തിലേക്ക്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ദൃശ്യം 3 തന്നെ ആയിരിക്കും വലിയ വിശേഷം അല്ലേ? അതെ അതെ അതെ. ദൃശ്യം ഇപ്പം നമ്മൾ പറയുകയാണെങ്കിൽ ഇപ്പോഴത്തെ ഭാഷയിൽ പറഞ്ഞാൽ ദൃശ്യം 3 അങ്ങ് തൂക്കിയിട്ടുണ്ട്. നല്ല റെസ്പോൺസ് എല്ലായിടത്തു നിന്നും വരുന്നത്. ഇപ്പം എനിക്ക് തോന്നുന്നു ഇന്നലെയൊക്കെ നമ്മളടുത്ത് സംസാരിച്ച പ്രതികരണം ചോദിക്കുമ്പോൾ സംസാരിച്ച കുറേ പേരും പറഞ്ഞത് 1നെയും 2നെയും ഒക്കെയും കാട്ടിയും ഭയങ്കര നല്ലതാണ് ദൃശ്യം 3. അതിൻ്റെ ക്ലൈമാക്സിലേക്കൊക്കെ എത്തുമ്പോൾ ആൾക്കാരെ മുൾമുന്നിൽ നിർത്തുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം എന്തായിരുന്നു അങ്ങയുടെ ഒരു എക്സ്പീരിയൻസ്? വളരെ നല്ല എക്സ്പീരിയൻസ് ആണ്. ദൃശ്യം 2ഉം അതേപോലെ ഇത്രയും വലിയൊരു ഫ്രാഞ്ചൈസിന്റെ പാർട്ടാവാൻ സാധിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. ഓക്കെ, ശ്രീ മുരളി ഗോപി, ഇപ്പം ദൃശ്യം ഫ്രാഞ്ചൈസിയിലെ പോലീസുകാരിൽ IG തോമസ് ബാസിന്റെ തട്ട് എപ്പോഴും താണു തന്നെ ആയിരിക്കും. ദൃശ്യം 2 OTTയിൽ ഇറങ്ങിയത് കൊണ്ട് നഷ്ടമായ കയ്യടികൾ ഇപ്പോൾ തിയേറ്ററിൽ മുഴങ്ങുന്നത് നമ്മൾ കാണുന്നുണ്ട്. അപ്പം ഒരു D3 റെസ്പോൺസ് താങ്കൾക്ക് കിട്ടുന്നത് എന്താണ്? വളരെ ഓവർവെൽമിംഗ് ആയിട്ടുള്ള റെസ്പോൺസ് ആണ്. ദൃശ്യം 2 ഇറങ്ങിയപ്പോഴും വളരെ നല്ല റെസ്പോൺസ് ആയിരുന്നു. അന്ന് കോവിഡ് ടൈം ആയിരുന്നു, അതുകൊണ്ട് OTTയിൽ മാത്രമായിരുന്നല്ലോ അത് പ്രദർശിപ്പിച്ചിരുന്നത്. ഇപ്പോൾ അതിൽ ഡയറക്റ്റ് ഒരു ഓഡിയൻസ് ആയിട്ടുള്ളൊരു ഇന്ററാക്ഷൻ കാണാൻ സാധിക്കുന്നുണ്ട്. വളരെ ഓവർവെൽമിംഗ് ആണ്, വളരെ പോസിറ്റീവ് റെസ്പോൺസ് ആണ്. ശരി, ഇപ്പം ജോർജ് കുട്ടി എന്ന ഒരു ക്ലാസിക് ക്രിമിനലിനെ മെരുക്കാനായിട്ടുണ്ടോ ഇത്തവണയെങ്കിലും? അതിപ്പോ തിയേറ്ററിലുണ്ടല്ലോ, പോയി കാണുന്നല്ലോ. ഓക്കെ, തിയേറ്ററിൽ ആക്ച്വലി എന്താ കാര്യം എന്നറിയോ? ടിക്കറ്റ് കിട്ടുന്നില്ല. കാരണം പ്രീ ബുക്കിംഗ് ആയതുകൊണ്ട് നേരത്തെ ആളുകൾ 2-3 ദിവസത്തേക്ക് ബുക്ക് ചെയ്തായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇപ്പം ടിക്കറ്റ് കിട്ടാത്ത ഒരു അവസ്ഥയാണ്. 2 ദിവസത്തിനുള്ളിൽ പോയി കാണാൻ പറ്റുമായിരിക്കും. ശ്രീ മുരളി ഗോപി, ഇപ്പം 2.5 വർഷത്തിന് ശേഷമാണ് മുരളി ഗോപി എന്നൊരു ആക്ടറെ നമ്മൾ സ്ക്രീനിൽ നമ്മൾ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങേ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ കനകരാജ്യത്തിന് ശേഷം ഒരു ഗ്യാപ്പ് വന്നു. അത് മനഃപൂർവ്വം എടുത്തൊരു ഗ്യാപ്പാണോ? ഇല്ല, ആ സമയത്ത് എഴുത്തിന്റെ ഗ്യാപ്സ് ആണ് എടുക്കുന്നത്. എഴുതുന്ന സമയത്ത് ഞാനങ്ങനെ ഇതുവരെ വേറെ ഓഫേഴ്സ് ഒന്നും എടുക്കാറില്ലായിരുന്നു. അപ്പോൾ എഴുത്തിന് കൊടുക്കുന്ന ഇൻവെസ്റ്റ്മെന്റ്, ടൈമിന്റെ ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ കാരണം ഒരുപാട് ഗ്യാപ്സ് വരുന്നതാണ്. ഇടയ്ക്ക് ഒരുപാട് ഓഫേഴ്സ് ഇടയ്ക്ക് വരുന്നുണ്ടായിരുന്നു, അതൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ലായിരുന്നു. ഇപ്പം കഴിഞ്ഞ 10-22 വർഷമായിട്ട് മലയാളി സിനിമാ പ്രേക്ഷകർ ഈ പേര് കേൾക്കുന്നുണ്ട്, മുരളി ഗോപി. പക്ഷേ 30 സിനിമകൾ മാത്രമേ അങ്ങ് ചെയ്തിട്ടുള്ളൂ കണക്കെടുക്കുമ്പം. അപ്പം സെലക്റ്റീവ് ആണോ? അതുകൊണ്ടാണോ? എനിക്കിഷ്ടമുള്ള ക്യാരക്ടേഴ്സാണ് ഞാൻ എടുക്കുന്നത്. പിന്നെ ഒരു വെറൈറ്റി സ്ട്രൈക്ക് ചെയ്യാൻ നോക്കാറുണ്ട് ഈ സെലക്ഷനിൽ. പിന്നെ മാത്രമല്ല, ഈ നേരത്തെ പറഞ്ഞ പോലെ എഴുത്തിൻ്റെ ഇടയിൽ എഴുത്തിന് കൊടുക്കുന്ന ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്ന ഒരുപാട് ടൈം എടുക്കാറുണ്ട് ഞാൻ. അപ്പോൾ ഇനി അങ്ങോട്ട് ഇത് രണ്ടും ബാലൻസ് ചെയ്ത് പോകാനാണ് തീരുമാനം. ഓക്കെ. അപ്പോൾ പിന്നെ എൻ്റെ അടുത്തൊരു ചോദ്യത്തിനുള്ള പ്രസക്തിയില്ല. കാരണം ഞാൻ ചോദിക്കാൻ വന്നത് ഈ കനമുള്ള എഴുത്തുകൾ വഴി ആഴമുള്ള സിനിമ സമ്മാനിച്ച സ്ക്രീൻ റൈറ്റർ കൂടിയാണല്ലോ അങ്ങ്. അപ്പോൾ അതുകൊണ്ട് എഴുത്തും അഭിനയവും ഒക്കെ പാരലായിട്ട് കൊണ്ടുപോകുമോ എന്ന് ചോദിക്കാൻ വരുമായിരുന്നു. പക്ഷേ അതിനുള്ള ഉത്തരം കൂടി നേരത്തെ എനിക്ക് കിട്ടി. ഇപ്പം ഞാൻ വീണ്ടും അതുകൊണ്ട് ദൃശ്യം 3യിലേക്ക് വരികയാണ്. ഇപ്പോൾ 2013 ആദ്യത്തെ ദൃശ്യം വരുന്നത്. അന്ന് അങ്ങ് ലെഫ്റ്റ് എഴുതി അഭിനയിച്ച് നിൽക്കുന്ന സമയമാണ്. 2021 ദൃശ്യത്തിൻ്റെ 2ാം ഭാഗം വരുന്നു. അതിൽ അത്രയും പ്രധാനപ്പെട്ട ഒരു കഥാപാത്രമായിട്ട് അങ്ങ് വരികയാണ്. ഇപ്പോൾ അതേ 3ാം ഭാഗവും അങ്ങനെ ഒന്ന് സംഭവിക്കുമെന്ന് അങ്ങ് എപ്പോഴെങ്കിലും കരുതിയിരുന്നു? അതോ നേരത്തെ അറിയായിരുന്നു ഇതിലൊരു 3ാം ഭാഗം ഉണ്ടാകുമെന്നും താൻ അതിലുണ്ടാകുമെന്നും ഒക്കെ? ഇല്ലില്ല, 3ാം ഭാഗം അനൗൺസ് ചെയ്തപ്പോഴാണ് ഞാൻ അറിഞ്ഞത് അങ്ങനെ ഒരു പാർട്ട് ഉണ്ടെന്നുള്ളത്. കാരണം അത് വളരെ ഓർഗാനിക് ആയിട്ട് ഇവോൾവ് ചെയ്യുന്ന ഒരു ഫ്രാഞ്ചൈസാണ്. നമ്മൾ നേരത്തെ ഇപ്പോൾ ലൂസിഫറിൻ്റെ കാര്യം പറയുന്ന പോലെ ഓൾറെഡി സെറ്റ് ആയിട്ടുള്ളൊരു 3 പാർട്ട് സീരീസ് അല്ല. ഓരോ സിനിമ കഴിഞ്ഞിട്ടും ജിത്തു പ്ലാൻ ചെയ്യുന്നതാണ് ഓരോ പുതിയ ഇൻസ്റ്റാൾമെന്റ്സ്. സോ ഐ ഹാഡ് നോ ഐഡിയ ദാറ്റ് ദ സെക്കൻഡ് പാർട്ട് ഓർ ദ തേർഡ് പാർട്ട് വാസ് കമ്മിങ്. ഓക്കെ, ഇപ്പം നമ്മളെ ഒരു സിനിമയിൽ വിശ്വസനീയമായിട്ടിരിക്കുക എന്നുള്ളതാണ് ഒരു കഥാപാത്രം വിജയിക്കുന്നതിനുള്ള ഒരു കാരണമെന്നാണ് ഞാൻ എപ്പോഴും വിശ്വസിക്കുക. ഇപ്പം അങ്ങനെ നോക്കുമ്പം IG തോമസ് ബാസ്റ്റിൻ അത് അങ്ങയിൽ ഭദ്രമാണ്, മുരളി ഗോപിയിൽ ഭദ്രമാണ്. ശരിക്കും ഒരു പോലീസ് ഓഫീസറെ വിളിച്ച് അഭിനയിച്ച പോലെയൊക്കെയാണ് നമുക്കൊക്കെ തോന്നുന്നത്. അപ്പം ആ ഒരു ട്രാൻസ്ഫോർമേഷൻ അതെങ്ങനെയാണ് സാധ്യമാക്കിയത്? ഞാൻ മുഴുവനായിട്ടും സ്ക്രിപ്റ്റ് സ്റ്റഡി ചെയ്ത് ഡയറക്ടറും റൈറ്ററും ഒരാൾ തന്നെയാണല്ലോ. ഇപ്പോൾ ഈ കേസിൽ ജിത്തു തന്നെയാണ്
റൈറ്റർ ഡയറക്ടർ. സോ ഞാനത് കംപ്ലീറ്റ് ആയിട്ട് സറണ്ടർ ചെയ്ത് ചെയ്യുന്നൊരു ആക്ടറാണ്. ദ ഫുൾ ക്രെഡിറ്റ് ഗോസ് ടു ദ സ്ക്രിപ്റ്റ് ആൻഡ് ദ ഡയറക്ടർ. ഓക്കെ, ഇപ്പം അങ്ങൊരു സ്ക്രിപ്റ്റ് റൈറ്റർ കൂടിയാണല്ലോ, അപ്പോൾ അതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്, ഇപ്പം അങ്ങ് സ്ക്രിപ്റ്റ് റൈറ്ററും കൂടി ആയതുകൊണ്ട് ഇപ്പം മറ്റൊരു സിനിമയിൽ അഭിനയിക്കുമ്പം ആ സ്ക്രിപ്റ്റൊക്കെ വായിക്കുമ്പോഴത്തേക്കും ഇപ്പം നമുക്ക് ഒരു സിനിമയിൽ പോയിട്ട് അവിടുത്തെ സ്ക്രിപ്റ്റ് റൈറ്ററിനെ തിരുത്താനൊന്നും പറ്റില്ലെങ്കിലും മനസ്സിൽ ഇതിന് പകരം വേറൊന്നായിരുന്നെങ്കിൽ കൊള്ളായിരുന്നു, അങ്ങനെയൊക്കെ തോന്നിയിട്ടുണ്ടോ? ഇല്ല, ഞാൻ ടോട്ടലി സറണ്ടർ ചെയ്യുന്ന ഒരു ആക്ടറാണ്. എൻ്റെ മുമ്പിലുള്ള സ്ക്രിപ്റ്റ്, ഞാനൊരു ആക്ടറായിട്ടൊരു സെറ്റിൽ നിൽക്കുകയാണെങ്കിൽ പ്യൂർലി ആക്ടറായിട്ടാണ് നിൽക്കാറുള്ളത്. അത് അവിടെ ഒരു ഒബീഡിയൻ്റ് ആക്ടർ ആവുക എന്നുള്ളതാണ് എൻ്റെ ധർമ്മം. ശ്രീ മുരളീഗോപി, ഇപ്പം ഒരു കഥാപാത്രത്തിന് ധാർമ്മികതയാണ്. ഇപ്പം നിലവിലെ കഥാപാത്രത്തിന് ഇപ്പം ന്യായത്തിൻ്റെ പക്ഷത്താണ് അദ്ദേഹം എപ്പോഴും നിൽക്കുക. D3 എത്തുമ്പോൾ അത് കൂടുതൽ എവിഡൻസ് ആയിട്ടാണ് നമുക്ക് റിവ്യൂസൊക്കെ വരുമ്പോഴും ഒക്കെയും കാണുന്നത്. അത് ആളുകൾ നന്നായി സംസാരിക്കുന്നുമുണ്ട്. വളരെ സന്തോഷം. ഒരു കഥാപാത്രം നന്നായിട്ട് അക്സെപ്റ്റ് ചെയ്യുന്നു എന്നുള്ളതിൽ എല്ലാ ആക്ടർക്കും അതൊരു വലിയ കാര്യമാണ്. താങ്ക് യു. ഞാൻ കണ്ടിറങ്ങിയ എല്ലാ പ്രേക്ഷകരും ചോദിക്കുന്ന ഒരു കാര്യം അത് തന്നെ ഞാനും അങ്ങയോട് ചോദിക്കുകയാണ്. ഈ അങ്ങയുടെ സംഭാഷണങ്ങൾ സ്വയം എഴുതിയതാണോ? ഡയലോഗുകൾക്ക് അത്ര കണ്ട് കയ്യടിയുണ്ട്, അങ്ങനെയാണോ? സാന്ദർഭികമായിട്ട് കൂട്ടിച്ചേർക്കലുകൾ എന്തെങ്കിലും ഉണ്ടായോ? ഇല്ല, ഇത് സ്ക്രിപ്റ്റ് അതുപോലെ ഫോളോ ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ ഡെഫിനറ്റ്ലി ഡയറക്ടറിൻ്റെയും റൈറ്ററിൻ്റെയും പെർമിഷനോടുകൂടി ഇംപ്രവൈസേഷൻസ് ഉണ്ടാവാറുണ്ട്. അത് ഏത് ആക്ടറിനും ഉള്ളതുപോലെ ഉള്ളൂ. ഞാൻ കംപ്ലീറ്റ്ലി റിട്ടേൺ വേർഡ് ഫോളോ ചെയ്യുന്ന ഒരാളാണ്. ഓക്കെ 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 ശ്രീ മുരളീഗോപി, ഇപ്പം കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഞങ്ങൾ അങ്ങയെ കണ്ടുകൊണ്ടിരിക്കണല്ലോ. അപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ ഒരു കാര്യം ചോദിക്കുകയാണ്, ശരീരഭാരം ചെറുതായിട്ടൊന്ന് കുറച്ചോ? ആളുകൾ അച്ഛനുമായിട്ടുള്ള താരതമ്യമൊക്കെ ധാരാളം നടത്തുന്നുണ്ട്, അത് കാണുന്നുണ്ട്. ഞാനൊരു 2-3 years ആയിട്ട് വേറൊരു ക്യാരക്ടർ, ഇപ്പോൾ അനന്തം കാടെന്ന് പറഞ്ഞ് ഞാൻ എഴുതുന്ന ഒരു സിനിമ വരുന്നുണ്ട്. അപ്പോൾ അതിനും കൂടെ വേണ്ടിയിട്ട് കുറച്ച് വെയിറ്റ് ഡയറ്റ് ചെയ്തൊക്കെ കുറച്ചിട്ടുണ്ടായിരുന്നു. അതായിരിക്കും അടുത്ത റിലീസ് വരവാണല്ലോ അല്ലേ? ട്രെയിലർ കണ്ടു, മറ്റൊരു ലുക്കും അപ്പിയറൻസും ഒക്കെയാണ് വളരെ വ്യത്യസ്തമാണ്. ഇപ്പം പ്രതീക്ഷകൾ എന്താണ് അതിൻ്റെ? അത് ഷാജി ഏട്ടൻ്റെ കൂടെ, ഷാജി കൈലാസിൻ്റെ കൂടെ, ഷാജിയേട്ടൻ്റെ കൂടെ ഒരു പടം ഇതിനു മുമ്പ് 2-3 ഓഫേഴ്സ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല, ഈ എഴുത്തൊക്കെ കാരണം. അപ്പോൾ അത് കാരണം ഞാൻ ചെയ്തൊരു ഫിലിമാണ് വരവെന്ന് പറയുന്നത്. ഇറ്റ്സ് ഗോയിങ് ടു ബി ആൻ ഔട്ട് ആൻഡ് ഔട്ട് എൻ്റർടൈനർ എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് വളരെ ഡിഫറെൻ്റ്. അപ്പോൾ ബാസ്റ്റിൽ നിന്ന് വളരെ ഡിഫറെൻ്റ് ആണ് അതിൽ മേടയിൽ കൊച്ചേട്ടൻ എന്ന് പറയുന്ന ക്യാരക്ടർ. അത് വളരെയധികം എൻജോയ് ചെയ്തൊരു വർക്കാണ്. ഓക്കെ, ഇപ്പം എഴുത്തും ഒപ്പം വേഷവും ചെയ്യുന്ന സിനിമയാണല്ലോ അനന്തൻ കാട്. അപ്പം അതൊരു വലിയ ക്യാൻവാസിൽ ഒരുങ്ങുന്ന സിനിമയാണെന്നാണ് മനസ്സിലാകുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞെട്ടിക്കോ നമ്മളെ? അതൊരിക്കലും ഒരു റൈറ്ററിന് പറയാൻ പറ്റില്ല. കാരണം നമ്മൾ നമ്മുടെ ബെസ്റ്റാണ് കൊടുക്കുന്നത്. അതെങ്ങനെ റിസീവ് ചെയ്യപ്പെടും എന്നുള്ളത് നമ്മുടെ കയ്യിലുള്ള കാര്യമല്ല. സോ ഐ ഹോപ്പ് ഇറ്റ് വിൽ ബി എ ഗുഡ് എക്സ്പീരിയൻസ്. ഓക്കെ, ഇപ്പം മലയാളത്തിൽ മാത്രമല്ല, അങ്ങിപ്പം അന്യഭാഷകളിലും സിനിമകൾ ചർച്ചകളൊക്കെ നടക്കുന്നു എന്ന് കേൾക്കുന്നുണ്ട്. അപ്പം അന്യഭാഷയിലും ഉടൻ തന്നെ കാണാൻ പറ്റുമോ മുരളി ഗോപിയെ? ഒരുപാട് ഓഫേഴ്സ് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ ഈ പല പല കാരണങ്ങളാൽ അത് ചെയ്യാൻ സാധിക്കാതെ വന്നിട്ടുണ്ട്. പക്ഷെ ഇനിയിപ്പോൾ ഞാൻ ഓപ്പൺ ആണ്, നല്ല ഓഫേഴ്സ് വരുന്നുണ്ട്. അപ്പോൾ അത് ഞാൻ നോക്കിയിട്ട് ചെയ്യാമെന്നാണ് ഡിസിഷൻ. ഓക്കെ, ശ്രീ മുരളി ഗോപി, അങ്ങക്ക് ഞങ്ങൾക്കൊപ്പം ജോയിൻ ചെയ്തതിന് എല്ലാവിധ ആക്ച്വലി താങ്ക് യു. പിന്നെ ഒപ്പം തന്നെ സിനിമ നല്ല ഹിറ്റായിട്ട് പൊക്കോണ്ടിരിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിന് എല്ലാവിധ ആശംസകളും. ഒരു കാര്യം കൂടി ചോദിച്ചാൽ അവസാനിപ്പിക്കാം. ഈ പൊതുവെ അങ്ങൊരു ഇൻട്രോവേർട്ടാണോ? കാരണം പെട്ടെന്ന് ഉത്തരങ്ങൾ പറയുന്നു, അതുകൊണ്ട് ചോദിച്ചാണ്. പെട്ടെന്നല്ലേ ഉത്തരങ്ങൾ പറയുന്നത്. ഓക്കെ, അപ്പം ശ്രീ മുരളി ഗോപി, അപ്പോൾ താങ്ക് യു സോ മച്ച്. വളരെ കുറച്ച് സമയത്തിനുള്ളിലല്ലേ? അതെ. അപ്പോൾ ഞങ്ങൾക്കൊപ്പം ജോയിൻ ചെയ്ത് ഒരുപാട് സന്തോഷം. താങ്ക് യു വെരി മച്ച് ഫോർ ഹാവിംഗ് മീ. ഓ ശരി.